لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ സദസ്സ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ-റഹീമീനായ റബ്ബേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദീനും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലുന്നതിന്റെ മഹത്വവും മൗലിദിലെ പുറാവയും സുമാർ ഞാൻ 3 ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. കുറേ ആൾമാർക്ക് അതിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹാക്കുന്ന മൗലിദോദന ചൊല്ലത് ഞാൻ ചെന്നിട്ടിന്ന് ഹൃദയത്തെ ഭാഷയാണ്. ഈമാനുള്ള ആൾമാർ, മഹബത്തുള്ള ആൾമാർ ഏത് സമയത്തും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നോണ്ടേക്കിടാർ. വഅദ്കൂറുഹു യൗമി വ അംസി വ ആനിഫി. മഹാന്മാർ ചെന്നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നും ഞാൻ ചെല്ല, ഇന്നലെയും ഞാൻ ചെന്നര, ഇനി അടുത്ത് നാളെയും ചെല്ല. ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ നക്ക് ചെന്നോണ്ടിക്കണോ. അത് ഒരു വിഭാഗമാണ്. എല്ലാ സമയത്തും വിഷയം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖുർആൻ ചൊന്നര വറഫഅനാ ലക ദിക്റക്, നിങ്ങളെ സ്ഥാനമാനത്തെ ഞങ്ങൾ ഉയർത്തിര ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ. അതിലെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു ചെന്നത് അതാണ്, അന്ത്യനാൾ വരെ നിങ്ങളെ മഹത്വങ്ങൾ ബാക്കിയാണ്. അതെങ്ങനെയാണ് ചൊന്നെങ്കിൽ ഇങ്ങനെ ലോകത്തുള്ള മുഴുവൻ കോടിക്കണക്കുള്ള ആൾമാർ ഏത് സെക്കൻഡിലും ഏത് നിമിഷത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊന്നുകൊണ്ടേക്കിടാർ. അതേ സമയത്ത് ಅದಕ್ಕೆ തെളിവ് കേൾക്കടങ്കത്ത ആൾമാർ ഏത് സമയത്തും അവൻ കേട്ടോണ്ടേക്കട. എത്ര കൊടുത്തെങ്കും അവൻ്റെ അടുത്ത ഭാഷ, അടുത്ത ചോദ്യം ಅದಕ್ಕೆ പ്രൂഫ് ഉണ്ടാകണ്ടേ. ഒരിക്കലും അവനക്ക് പ്രൂഫ് കിട്ടില്ല. ഇതെങ്ങനെ ചൊന്നെങ്കിൽ ഒരാൾ സുന്നത്ത് ജമാഅത്തിലെ നേരായ സരണിയിടത്തൊട്ട് തെറിച്ചു പോയാണ്ടായെങ്കിൽ ഹദീസിലുണ്ട് സുമ്മലായാവുന്നു. അവൻ പിന്നെ മടങ്ങി വണ്ടില്ല. സമാവുടെ വിഷയമല്ല, അത് വളരെ ഡേഞ്ചർ വിഷയമാണ്. ഒരാൾ നേരാ സരണിരത്തൊട്ട് തപ്പിയാണ്ട് വിചാരിക്കുക, പിന്നെ അവൻ മടങ്ങി വണ്ടില്ലേ. ഒരു അമുസ്ലിമായ ആളെ വയ്യ മടങ്ങി വണ്ടില്ലാണ്ടില്ല. അതേ സമയത്ത് ഇസ്തിഖാമത്തരെ സുന്നത്ത് ജമാഅത്തരെ വഴിയിൽ നിന്ന് ഒരാൾ വിട്ടുപോയാണ്ടെങ്കിൽ യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹമു മിനർ റമിയ. അതായത് ബില്ലിൽ നിന്ന് ബാണ എങ്ങനെ തെറിച്ചു പോണ്ട അതുപോലെ ദീനിൽ നിന്ന് ഈ ആൾമാർ തെറിച്ചു പോണ്ടാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്നിട്ട് യഅദിൽ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നീതി കാട്ടണോ ചെന്നിട്ട് മുഖം നോക്കി ചെന്ന ഒരാളുണ്ട്. അയാളൊട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കണം, നാണ് നീതിയാക്കില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരാണ് നീതിയാക്കടേ. പിന്നെ ചൊല്ല അവൻ്റെ ഒട്ടിക്കൊന്നും മുണ്ടണ്ട. അവൻ്റെ പരമ്പരയിൽ നിന്ന് കുറച്ച് ആൾമാർ വണ്ടാറ് യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹമു മിനർ റമിയ. ബില്ലിൽ നിന്ന് ബാണം തെറിച്ചു പോകും പോലെ അങ്ങ് ദീന്റെ തൊട്ട് തെറിച്ചു പോണ്ടാറുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നുള്ള ബാത്തില്ല ആൾമാരെ നേതാവ് എവിടെ കാണോ എത്ര അയാൾ ഈ ചൊന്ന ആളെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ചരിത്രം അത് നമുക്ക് വിശദീകരിച്ചു തന്നോളൂ. ഇക്കട്ട് ആ ഭാഗം ചൊല്ലലല്ല തൻ്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അത് ഈമാനുള്ള ആൾമാർ ഏത് സമയത്തും ചൊന്നുകൊണ്ടിരിക്കടാ. അല്ലാത്തവൻ ബുസിരിമാം ഖുർആന്റെ മഹത്വം ചൊല്ലുമ്പോൾ ചെന്ന പോലെ ലാ തഅജബൻ ലിഹസൂദിർ റാഹ യുൻകിറുഹാ തജാഹുലം വഹുവ ഐനുൽ ഹാദിത്തിൽ ഫഹിമി. അസൂയ വെക്കിടങ്കത്ത ആള്, നിഷേധിക്കിടങ്കത്ത ആള് ചൊല്ലത് കണ്ട് നീ അത്ഭുതപ്പെട്ടു പോകണ്ട. അവൻ വിവരക്കേട് നടിക്കിടങ്കത്ത ആളാണ്, മുതജാഹിലാണ്. വിവരമില്ലാത്ത ആൾക്ക് വിഷയം ചൊന്നു കൊടുത്ത് ചിലപ്പോൾ മനസ്സിലാക്കുകയാവൂ. വിവരക്കേട് നടിക്കിടങ്കത്ത ഒരാളെ ഒരിക്കലും മനസ്സിലാക്കുകയാവില്ല അല്ലേ. ഉറങ്ങിയോണ്ട് വന്നതോളൂ, വർക്ക് നടിച്ചോണ്ട് എങ്ങനെ വന്നതാവില്ലേ. അപ്പം നാണ് സമാവില്ല, എന്തൊരു ചൊന്നെങ്കും സമാവില്ല. ഞാൻ ക്വസ്റ്റനെ കേട്ടോണ്ടിരിക്കടേന്ന് ചൊന്ന് തീരുമാനാക്കി അവനു പിന്നെ പ്രൂഫില്ല. ഒരു ജുമാ പ്രസംഗത്ത് ഒരു ഉദാഹരണം ഞാൻ ചൊന്നിട്ടിന്ന് നെനപ്പുണ്ട. ഒരാൾ തീരെ നിസ്കരിക്കില്ല, ഒരാളിയൊക്കെ തീരെ നിസ്കരിക്കില്ല.
അപ്പോൾ അയാളെ നിസ്കരിപ്പാട്ടുകൊണ്ട് എല്ലാവരും കൂടി തീരുമാനമാക്കിയാറാവും എന്തായാലും അയാൾ നിസ്കരിക്കില്ല, അയാൾ നേരത്തെ വെച്ച് ചില ആൾമാരിക്കിടാർ. കാരണം അത് എന്തൊരു സ്വത്തുക്ക് വേണമെങ്കിൽ റെഡി അങ്ങനെ വിളിച്ചിട്ട് ചൊല്ലൊരു ഇത്ര kg ഇത്ര ടണ്ണുണ്ട് പുറത്ത് പോകുന്നു ചെന്ന് അങ്ങ് പുറത്ത് പോണ്ടാറ്. ആ പർവ്വതത്തെ ഒന്ന് പൊക്കൂറ് ചെന്നെങ്കിൽ അങ്ങ് അയക്ക് റെഡി, എന്തൊരു സ്വത്തുക്ക് വേണമെങ്കിൽ അങ്ങ് റെഡി. ബാങ്കാമ്പ ജനറൊക്കെ നിസ്കരിച്ച് റബ്ബ ചെന്നെങ്കിൽ യാ റബ്ബി അങ്ങ കുസാല ഭയങ്കര മടിയാണ്, പർവ്വതത്താട്ടി അപ്പുറം ഹിമാലയ വേണമെങ്കിൽ അങ്ങ് പൊറുക്കുവാറ്, ഇത് അങ്ങ് ആവില്ല അങ്ങനെ ഇക്കിട്ട് ചിലത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി ഭയങ്കര ദിന്നാണ്. അപ്പം അങ്ങനെ എന്തായെങ്കിലും നിസ്കരിക്കില്ല. അപ്പോൾ ഒരു നാൾ ഔത്തുൽ എല്ലാവരും ഒരുമിച്ച് കൂടിയാറ് ഒരു പെരുന്നാളിൻ്റെ ഒരു ഉദാഹരണം. അങ്ങനെ ഇന്ത്യയാളെ നിസ്കരിപ്പിടെ ഗ്യാരണ്ടി, കാരണം എല്ലാവരും ഉള്ള ഔത്ത് അങ്ങനെല്ലാം നിസ്കരിക്കണം, അയാൾ മാത്രമല്ല നിസ്കരിക്കാത്ത. അപ്പം ഞങ്ങളുടെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇയാൾ പിന്നെ നിസ്കരിക്കാണ്ടിരിക്കുക അവിടെ ആവില്ല, ഇന്ത്യതായാലും ഇയാൾ കുടുങ്ങിയവൻ നിസ്കരിക്കുന്ന ഗ്യാരണ്ടിയാണ്. അങ്ങനെ എല്ലാവരും ചോറുണ്ണുക ഭർത്താവിടാട്ടി മുന്നിൽ നിസ്കരിക്കുക ഭർത്തായാറ്. അപ്പോൾ ഇയാളെയും കൂട്ടിയാറ് നിസ്കരിക്കും. അപ്പോൾ നിസ്കരിക്കണം ഒതു കൊടുക്കണമല്ലേ. അപ്പോൾ ഇയാൾ ബാത്റൂമിൽ പോയിട്ട് എല്ലാവരും വന്നാറ് നിസ്കരിച്ചാവലോട് കൂടെ ഓർത്താ ചെന്ന എങ്ങനെ അലയക്കാരൻ അങ്ങനെ നിസ്കരിപ്പാട്ടിന്ന് എനിക്ക് കേട്ടവൾ. അപ്പോൾ അവൻ ചൊല്ലേ നിസ്കരിപ്പാട്ടി ഞാൻ ഉതെടുത്തിട്ട് വേണ്ടേ എന്നിട്ട് അവൻ ഉതെടുത്തിട്ടില്ല, ബാത്റൂമിൽ പോയിട്ട് വെറുതെ കശിപ്പിച്ചാക്കി ബന്നറ മാത്രം അവൻ എന്താക്കിയിട്ടില്ലേ, അവൻ ഉതെടുത്തിട്ടില്ല, ഇങ്ങടെ മങ്കാക്കിര മാത്രം. അപ്പോൾ അതുപോലെ അവൻ നേർച്ച വെച്ചിട്ടായിരുന്നു ഞാൻ ഒരിക്കലും നിസ്കരിക്കില്ല സമാവില്ല, പിന്നെ നിങ്ങൾ 6 കൂടി എങ്ങോ ഉണ്ട് സമാക്കോ സാധ്യയില്ല. അതുപോലെ നാനൊരിക്കലും നന്നാവില്ല, നാനൊരിക്കലും ഈ ഏത് പ്രൂഫ് തന്നെങ്കിലും സമാവില്ല എന്ന് ഒന്ന് നേർച്ച വെച്ചാവും നിങ്ങൾ മരിക്കുന്നവർത്തോടെ ഇതേ സ്വറാവും പിന്നെ. അപ്പം അതുകൊണ്ട് നമുക്ക് വേറെ സ്വറവുണ്ടല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹും മഹബ്ബത്തും അത് ഹൃദയത്തെ ഭാഷയാണ്. ഒരു സംഭവം ഞാൻ വായിച്ച അഷൈഖ് ഈസ ഇബ്നു ബക്രി അൽ ബയാനൂനി സുമ്മൽ ഹലബി 53 വർഷം ജീവിച്ചെങ്കെത്ത ഒരാൾ ഹിജ്റ 1362 അയാൾ വഫാത്താവുന്നത്. അയാൾ അൽ മദീനത്തുൽ മുനവ്വറ ജന്നത്തുൽ ബഖീലാണ് ദഫൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെമ്മ പിർസാക്കിയെങ്കെത്ത ആളാണ്. അയാളെ ജീവിതത്തെ ലാസ്റ്റ് എഴുതിയ കിതാബാണ് ഗായത്തുൽ മത്ലൂബ് ഫി റുഇയൽ മുഹിബ്ബി ലിൽ മഹ്ബൂബ്. സ്നേഹിക്കുന്ന ആള് സ്നേഹിക്കപ്പെടുന്ന ആളെ കാണേണ്ടതിരെ ബഗ്ഗയുള്ള കിതാബാണ്. അയാൾ എല്ലാ വർഷം ഹജ്ജിക്ക് പോയോണ്ടിന്തൂള പോകുമ്പോൾ അയാൾ ആശേന്ദ്രൻ ചൊന്നെങ്കിൽ നക്ക് മദീനത്തിൽ മരിക്കണോ. അങ്ങനെ എല്ലാ വർഷം ഹജ്ജിക്ക് പോകേണ്ട സൗഭാഗ്യം കിട്ടുക. അപ്പം അയാൾ എന്താക്കിട്ട് ചൊന്നെങ്കിൽ ഫസ്റ്റ് മദീനത്ത് പോയിട്ട് പിന്നെ മക്കത്ത് പോകണ്ടേ ഹജ്ജിക്ക്. അങ്ങനെ മരിക്കുന്ന വർഷം അയാൾ എന്തായിത്തെന്ന് ചൊന്നെങ്കിൽ ഫസ്റ്റ് മക്കത്ത് പോയിത്തോളാം. മക്കത്ത് പോയിട്ട് നെക്സ്റ്റ് മദീനത്ത് പോകുമ്പോൾ അയാൾക്ക് രോഗം പിടിച്ചിട്ട് അയാൾ അവിടെമേ മരിച്ചിട്ട് ജന്നത്തുൽ ബഖീൽ ഈ മഹാന്റെ ദഫനാക്കിയാറുണ്ട അഷൈഖ് ഈസ ഇബ്നു ബക്രീൻ ചൊല്ലെങ്കത്തെ ആൾ. അയാൾ ഒരു സംഭവം ഫത്ഹുൽ മുജീബ് ഫി മദ്ഹിൽ ഹബീബ് ചൊല്ല കിതാബുൽ അയാൾ ചൊല്ലു ഹിജ്റ 1319 ഞാനൊരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ജംഇയ്യത്തുൽ മൗലിദ്. മൗലിദ് വേനായിട്ട് ഒത്തുകൂടുകയാണ്. അങ്ങനെ എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങൾ കുറച്ച് മെമ്പർമാരുള്ള ആൾമാർ അങ്ങനെ ഏതെങ്കിലും ഒരാളെ ഔത്തുൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുക. അപ്പം നമ്പർ പ്രകാരം ആളെ പ്രകാരം ഒരുമിച്ച് കൂട്ടുക. അങ്ങനെ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ സ്വപ്നത്തിൽ കണ്ടെത്ത് അയാൾ ഞങ്ങളെ ഒട്ടിಗೆ ഈ മജ്ലിസ് കണ്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അയാൾ സ്വപ്നത്തിൽ കണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്തൂല അഹ്ലു ജംഇയ്യത്തിൽ മൗലിദ്, ഇതൊരു സംഭവമാണ് ജംഇയ്യത്തിൽ മൗലിദ്. അങ്ങനെ ഒരു മദഹാക്കളുടെ ഒരു സംഘം ഉണ്ടല്ലേ, അങ്ങനെ നല്ല പ്രൊട്ടക്ഷനിലുള്ള ആറും ചൊന്തു. അങ്ങനെ സുബഹിയായപ്പോൾ ഇയാൾ നൻ്റെ മുട്ട ഓടി വന്നിട്ട് ഇയാൾ മെമ്പർ എന്തും അല്ല, ഇയാൾ നണ്ടൊട്ടിಗೆ ചെന്ന് നൻ്റെയും ആ ഗ്രൂപ്പിൽ നിങ്ങൾ എണ്ണോണ്ട്. അങ്ങനെ എപ്പോഴും മരിക്കോടത്തോളം അയാൾ വന്നുകൊണ്ടിരുന്ന് 30-40 ഇടയിലുള്ള സംഘം ഉള്ളാറ് അധിക ആൾമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട ആൾമാരാണ്. നൻ്റെ പതിവെന്തരൻ ചൊന്നെങ്കിൽ എല്ലാ റബീഉൽ 12 ജാവുകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഞാൻ ആൾമാരെ ഒരുമിച്ച് കൂട്ടി ഔത്തുലോതുരെ. അതുപോലെ റജബ് 27 മിഅ്റാജ് മൗലിദ് ഓതുരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മിഅ്റാജ് മൗലിദ് രണ്ടും വലിയ അതിഥി സൽക്കാരം ഞാൻ ആക്കിക്കൊണ്ടിരുന്നേ. അങ്ങനെ ഒരു റബീഉൽ 12 വന്ന് എൻ്റെ കയ്യിൽ എന്തും ഇല്ല, പൈസ ഇല്ല, പിന്നെ ഈ അതിഥി സൽക്കാർ ആക്കുവാവില്ല എന്നൊക്കെ ബേജാറായിട്ട് അങ്ങനെ റബീഉൽ 2 സുബൈക്ക് ഞാൻ ഔത്തു പോയ അവിടെ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് സാധനങ്ങളെല്ലാം ഉണ്ട്. ഔത്തിൽ എന്തും ഇല്ല എന്ന് വേറെ കുറേ ഭക്ഷണങ്ങളെല്ലാം കാണും. അപ്പം ഞാൻ ഇത് എവിടെയാണ് കേട്ടെ. അപ്പം ഔത്തർ പെണ്ണിങ് ചൊന്തും പിന്നെ എന്തില്ല ജാബിഹി ഫുലാനും ഒരാൾ എടുത്ത വന്നതാണ്. ആ എടുത്ത വന്ന ആളാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടെത്തും ചൊന്നില്ലേ മൗലിദ് ആൾമാർ നല്ല പ്രൊട്ടക്ഷനിലുള്ള അയാളാണ് നക്കൽബുദായിട്ട്. കാരണം അയാളെ കയ്യിൽ 5 പൈസ ഇല്ല, അയാളെ വിട്ടർ കൊമ്പറും. അങ്ങനെ ഞാൻ അയാളെ കണ്ടപ്പോൾ ചൊന്ന എന്തിനാണ് ഈ പണിയെടുത്തോ, പൈസ ഇല്ലാത്ത ആൾ എന്തി കൊമ്പന്നാറ്. അപ്പം അയാൾ ചൊന്ന മറുപടി മാ അർസൽതു ശൈഅൻ മിൻ തിൽഖാഇ നഫ്സി, ഞാൻ നൻ്റെ മുട്ടത്തെ ഇത് കടത്തിരല്ല. ഇന്നമാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിന്നൗം. അയാളൊരു അനുഭവമാണ്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു നിങ്ങളെ ഷെയ്ഖ് ഈസാൻ ചൊല്ല ആള് ഇങ്ങനെ നന്റെ ಬಗ್ಗೆ മധുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ അയാളൊന്ന് സഹായിക്കണോ നൻ്റൊട്ടിಗೆ ചൊന്നതുകൊണ്ട് നക്ക് തീരും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പനയുടെ ഞാൻ അനുസരിച്ചിട്ട് അയാൾ ചൊന്തുണ്ടു ഫതുഹുൽ മുജീബ് ഫി മദ്ഹിൽ ഹബീബ്. അതിൽ ഈസ ഇബ്നു ബക്രീൻ ചൊല്ല ആൾ വിശദീകരിച്ച ഒരു സംഭവം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെന്നപ്പോൾ നക്ക് ഇങ്ങനത്തെ ചില മഹത്വങ്ങൾ കിട്ടിത്തീണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ സ്നേഹിച്ചെങ്കത്ത് അയാൾ വിശദീകരിച്ച ഒരു സംഭവമാണ്. അതിൽ 1-2 കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചെന്നിട്ടിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദിന്റെ ಬಗ್ಗೆ ഇബ്നു തൈമിയ്യാൻ ചൊല്ല ആളും ചൊന്നെങ്കിൽ ഇണ്ട് ലോകത്ത് ഏതെല്ലാം ഗ്രൂപ്പിടെ ആൾമാരുള്ളാറാ ഇതെല്ലാം തീരാൻ ചൊല്ല ആൾമാർ അങ്ങനെ ഹെഡാണ് അയാൾ അങ്ങനെ ഏറ്റവും വലിയ നേതാവാണ്. ജനിക്കടെ ജനുവരി 22, 1563 ഹറാൻ തുർക്കിയിലാണ് ജനിക്കടെ. മരണപ്പെടുന്നത് സെപ്റ്റംബർ 26, 1328 ഡമസ്കസ് സിറിയത്തിലാണ് മരണപ്പെടുന്നത്. അഥവാ ഹിജ്റ 661 ജനിച്ചിട്ട് ഹിജ്റ 728 മരിച്ചെങ്കത്താൾ കുറേ മുന്നുൾ അയാൾ കൊമ്പെന്നെങ്കത്ത ആശയങ്ങളാണ് ഇതെല്ലാം അങ്ങനെ പൊടി പിടിച്ച് കിടന്നിട്ടുണ്ട്. പിന്നെ അതിൽ ഹയാത്താക്കോ ആറുമില്ല. അതിൽ പിന്നെ ഹയാത്താക്കോ വന്ന ആളാണ് ഞാൻ ചെന്ന സൗദി റിയാദിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അയാൾ ഹിജ്റ 1215 ജനിച്ചിട്ട് 1206 വഫാത്തവിടെ മരണപ്പെടുന്നത്. അപ്പൊ ഇയാൾ ഹിജ്റ 728 മരിച്ചു പോയി. 800, 900, 200, 300, 400 വർഷം ഇതിൽ ഹയാത്താക്കോ ലോകത്ത് ആറില്ല. പിന്നെ ഇതിലെല്ലാം പൊടി തട്ടിട്ട് ഹയാത്താക്കിയ ആളാണ് ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അപ്പൊ ഈ കെട്ട് ഇബ്നു തൈമിയ്യൻ അയാളെ ഇഖ്തിവാഉസ് സിറാത്തിൽ മുസ്തഖീം ചൊല്ല കിതാബിലുണ്ട്. ആ കിതാബ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പല വിഷയങ്ങളെല്ലാം ചൊല്ലു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആധാർ പിന്തുടർന്നുകൊണ്ടിരുന്നതിന്റെ ಬಗ್ಗೆ ദച്ചവിടെ നിൽക്കടേ, നിന്റെ അവിടെ നിൽക്കടേ, നിസ്കരിച്ചവിടെ നിസ്കരിക്കടേ, സ്വഹാബി അതിന്റെ ബഗ്ಗೆಲ್ಲ ഇയാൾ ആക്രോശാക്കട അങ്ങനെ തീരാണ്ട് ഇയാൾ ചൊല്ലു. അങ്ങനത്തെ ഒരാളാണ് ഇബ്നു തൈമിയ്യ. സ്വഹാബി ക്ലാസ് എടുത്ത ആളാണ്, ചില്ലറ ആളെന്തോ അല്ല. ആ ഇബ്നു തൈമിയ്യാണ് ചൊല്ലേ ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ. മൗലിദിന്റെ ಬಗ್ಗೆ കുറേയല്ല ചൊന്നിട്ട് ഒരു ചെറിയ പലക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൗലിദിനെ ഒരാൾ ആദരിച്ച അതിൽ വലിയൊരു സംഭവമായിട്ട് അവൻ ഉണ്ടാക്കിയ മിമ്മായ ഫഅലുഹു ബഅദുന്നാസ് കുറച്ച് ആൾമാരെല്ലാം അങ്ങനെ ആക്കിടാറ്. അങ്ങനെ ആക്കിയെങ്കിൽ വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീം, അതിൽ അവനക്ക് വലിയ പ്രതിഫലം കിട്ടൂ. കാരണം എന്തേ? ലിഹുസ്നി ഖസ്ദിഹി, അവന്റെ ഉദ്ദേശം നല്ല ഉണ്ടല്ലേ, അവന്റെ നീയത്ത് നല്ല ഉണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പൊ അവന്റെ നീയത്ത് നല്ല ഉള്ളത് കൊണ്ടു അവന്റെ ഉദ്ദേശം നല്ല ഉള്ളത് കൊണ്ട് അവനീ കൂലി കിട്ടും ചൊന്നിട്ടു അയാളടക്കം ചൊന്നു. അതിനെയാണ് കേരളത്തിൽ ഈ ആശയം കൊമ്പെന്നെങ്കത്തെ ആദ്യകാലത്തെ ഞാൻ ഞാൻ വായിച്ചിരെ 1950 വരെ മൗലിദ് എല്ലാ വീട്ടിലും കഴിക്കേണ്ടതാകുന്നു, നിർബന്ധമാണ്. അങ്ങനത്തെ വിഷയം അത്ര മഹത്വം അങ്കിന്ത് അതിൽ പിന്നെയാണ് അതെന്തായിപ്പോയ ശിർക്ക്, അതെല്ലാം ഇസ്ലാമിയുടെ പുറത്തു പോകേണ്ട വിഷയം. അപ്പൊ ഇക്കട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്ന്, അതായത് നയമാറ്റത്തിൽ നിന്ന് ഡെയിലി ചേഞ്ച് ആയോണ്ടിരിക്കുക, അപ്ഡേറ്റ് ആയോണ്ടിരിക്കുക. അതിൽ നിന്ന് മനസ്സിലാക്കുക ഇതൊന്നും സത്യമല്ലാണ്ട് അപ്പൊ ചേഞ്ച് ആയോണ്ടിരിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗലിദ് ಬಗ್ಗೆ അത് ചൊല്ലും. അതെല്ലാം ചെന്നിട്ടാകുമ്പോൾ ഒരാൾ ചൊല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12 അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതും 12. അതും ഞാൻ ചൊന്നേ വഫാത്തായത് 12. ലോകത്ത് ഇസ്ലാമുൽ ഒരിക്കലും വഫാത്തായണ്ട് ദുഃഖാചരണ ആക്കണമെന്ന് ചൊന്നിട്ട് ലോകത്ത് എവിടെയുമില്ല. ഇനി അങ്ങനെ ചൊല്ലേണ്ടെങ്കിൽ ദുഃഖാചരണ ആക്കണു, മരിച്ചു പോയിത്തും ചൊല്ല നിങ്ങളെ നബിയാണ് മരിച്ചു പോയി, ഞങ്ങളെ നബി ഹയാത്തിലുണ്ടു ഞാൻ ചൊന്നേ. അങ്ങനെല്ല ചൊന്നിട്ടാകുമ്പോ പിന്നെ ഒരാൾമാരെ ക്ലിപ്പെന്തിര ഒന്നുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിരെ റബീഉൽ അവ്വൽ 12 റമദാനിലുണ്ട് ജനിച്ചിരെ. അങ്ങനെ ഉണ്ട് വലിയ വലിയ നേതാക്കന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് ഇതെന്തിനാ ചൊന്നെങ്കിൽ ഒട്രാസി ഇതൊന്നും ആക്കണോണ്ടല്ല, എങ്ങനെങ്കിലും ഇതിലൊന്നും ഇല്ലാണ്ടാക്കണു. ഇത്രയും വലിയ മഹത്വമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ആൾമാറൊന്നു റബീഉൽ അവ്വലെങ്കിലും കുറെ വിഷയങ്ങൾ പഠിച്ചിട്ട് മുട്ട അടുക്കിടാറും ചെല്ലുമ്പോ എങ്ങനെയൊക്കെ കത്തിവെക്കും അവിടെ നോക്കും. ലാസ്റ്റ് ചെന്ന റമദാൻ അഭിപ്രായങ്ങൾ പലതിക്കൂ. ലോക പ്രസിദ്ധമായ അഭിപ്രായമല്ല റബീഉൽ അവ്വൽ 12. അപ്പൊ റമദാനിൽ ജനിച്ചിരേൻ. അപ്പൊ ഞങ്ങൾ ഇനി റബീഉൽ അവ്വൽ എപ്പാക്കണോ, ഇനി കൊടി കെട്ടത് പ്രസംഗം എപ്പാക്കാ ചെന്ന് റമദാനിൽ പ്രസദ്ധിക്കില്ലല്ലേ, ഇനി റമദാനിലാക്കണോ. അങ്ങനെ ചെന്നിട്ടാകുമ്പോ യാ റബ്ബി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചൊല്ലെ ഇങ്ങളെ ആശയത്തിന് ഭിത്തിട്ടെങ്കത്ത ആള് അയാളെ കളിച്ചിട്ട് വേറെ ഇല്ലെങ്കിൽ വിച അയാളെ കിതാബ് ഞാൻ നോക്കിയേ. അയാളൊരു കിതാബുണ്ട്, കിതാബ് അൽ ജവാഹിറുൽ മുളിയാൻ ചൊന്നിട്ടു കുറേ പേജുള്ള വലിയ കിതാബ്, കുറേ അയാളെ ലേഖനത്തെ സംഗ്രഹം. അൽ ജവാഹിറുൽ മുളിയത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചൊന്നെങ്കിൽ തീന്ത്
അയാളേതാണ് ഒരാഴ്ച ഇങ്ങ് ആചരണാക്കിയ ഒരാഴ്ച അയാളെ ಬಗ್ಗೆ ആചരണാക്കിയാറ്. എന്തേ? അയാൾ ഭയങ്കര വലിയ ആളല്ലേ. അങ്ങനെ അയാളെ കിതാബിൽ നോക്കുമ്പോ അതിൽ ചൊല്ലത് സാനി അശറ മിൻ റബീഉൽ അവ്വൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ കുറേ അത്ഭുതങ്ങൾ എണ്ണിയിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചൊല്ലു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിരപ്പ റബീഉൽ അവ്വൽ 12 അൽ ജവാഹിറുൽ മുദിആൻ ചൊല്ലെ ഇത്ര കട്ടിയുള്ള കിതാബിൽ വിശദീകരിച്ചുകൊണ്ടുണ്ടു. പിന്നെ റമദാനിലും ചൊല്ലുകയില്ലല്ലേ, ഞങ്ങൾ ചൊന്നതല്ലല്ലേ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബെ അയാളെ സ്വന്തം കിതാബിൽ ചൊന്നുകൊണ്ടുണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിരപ്പ റബീഉൽ അവ്വൽ 12. ഇനി വേറെന്തും ഉണ്ടോയില്ല. അപ്പൊ ഞാൻ ചൊന്നത് ഇതെല്ലാം ഹൃദയ രോഗങ്ങളാണ്, ഇതൊക്കെ മറന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് അതുല്യരായ തുല്യതയില്ലാത്ത ആളാണ്. അപ്പൊ ഇതെല്ലാം ചൊല്ലുമ്പോ ചില വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുക ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായിട്ടിക്കു ഇങ്ങനെയല്ല ഇങ്ങനെ ചൊല്ലുക. കാരണം ഞാൻ ചൊന്നല്ലോ, ലോകത്ത് വിചിത്രമായ ഒരു വാദാണ് നബി വേറെ എന്തും പ്രൂഫ് കേട്ടം കൊടുക്കാം, ഇതുക്കും പ്രൂഫല്ല ചൊന്തു. പക്ഷെ ഭയങ്കര ഒരു അത്ഭുതകരമായ വിഷയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ഒന്ന് സ്മരണക്കോ തീറ ചൊല്ലുക തീറ മത് ചൊല്ലുക തീറ അങ്ങനെ ചെല്ലുമ്പോ എന്തായിട്ടിക്കു കാരണമാണ് കേട്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ല തൗഹീദിലെ 2ാമത്തെ പാർട്ടിൽ അത്രത്തോളം വിശ്വാസം ഉറക്കാത്തത് കൊണ്ടാണ് ഈ സംശയങ്ങളെല്ലാം പണ്ട്. അത് ഉറക്കാത്തത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കാറിൽ കുറെ ആൾമാർ വിശ്വാസമില്ലേ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക് ആവട്ടെ, അങ്ങനെ തുടങ്ങി പലതിലും എന്തെല്ലാം ടൈപ്പുടെ അഭിപ്രായങ്ങളാണ്. അത് എന്തുകൊണ്ട് പണ്ടെന്ന് ചൊന്നെങ്കിൽ തൗഹീദിലെ 2ാമത്തെ പാർട്ടിൽ അത്ര വിശ്വാസമില്ലേ. മദീനത്തെ റൗളത്തിൽ നാം മുന്നിൽ ചെന്നരെ ദലായിലുൽ ഖൈറാത്ത് ഓതുമ്പോ തന്റെ മുന്നിൽ ഇന്നെങ്കത്തെ ഓർത്ത അവൻ ഭയങ്കര എതിർത്ത് അങ്ങനെ ഇങ്ങനെയല്ല ചെന്നാ. അപ്പൊ എന്തിനും ചൊന്നെ ഈ വണങ്ങിയ തൗഹീദ് ഞങ്ങളെ തലക്ക് വെച്ചിരിക്കാറ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷത്തിന് മുന്നിൽ വഫാത്തായി പോയിട്ടില്ലേ, അത് ഈ നേതാക്കന്മാർ ചെന്ന വാദാണ്. അതുകൊണ്ട് ഈ ദലായിലുൽ ഖൈറാത്ത് ഓതുന്നതും ഇതെല്ലാം എനിക്ക് വലിയ പിടിക്കില്ലേ. അപ്പൊ ഞാൻ കേട്ടെ, നിന്റെ മുന്നിലല്ല ലക്ഷക്കണക്കിൽ ആൾമാർ പോയിട്ട് അവിടെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു അസ്സലാത്തു വസ്സലാമു അലൈക ആരെന്ന് മതിൽക്ക് ചെല്ലമ കേട്ടെ. ആ മതിലിന്റെ ഉൽക ഒരാളുണ്ടല്ലേ, ആ ഒരാള് ജീവന്ത ഉണ്ടും ചൊല്ലെ വിശ്വാസത്തിലല്ലേ അസ്സലാമു അലൈക അയ്യുഹൻ നബിയും ചൊല്ലെ. അപ്പൊ ഇങ്ങക്ക് ഇത് പലപ്പോഴും പിടിക്കില്ല. മൊത്തത്തിൽ ഇതിലെല്ലാം എതിർക്കുള്ള അടിസ്ഥാനപരമായ കാരണം എന്തരേട്ട് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയെ ഖൽബിലുള്ള വിശ്വാസമങ്ങ് കുറഞ്ഞു പോയിട്ട് ഒന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയെ സ്നേഹമില്ലേ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സയ്യിദിനാൻ ചൊന്നെങ്ക് ഇപ്പൊ ഞങ്ങൾ ചൊല്ല അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് ചൊന്നെങ്ക് അങ്കത് വലിയ പിടിക്കില്ല. സയ്യിദിനാണ്ട് കൂട്ടുകു തീറ അതിനെ ಬಗ್ಗೆ എതിർക്കാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദ് അല്ലെങ്കിൽ പിന്നെ ലോകത്താരാണ് സയ്യിദ്? അന സയ്യിദ് ഉൽദി ആദം, ആദം സന്തതികളെ നേതാവാണ് ഞാൻ. അതുമേ നിങ്ങൾക്ക് ഏത് സലാത്ത് ചൊല്ലുമ്പോ സയ്യിദിനാൻ കൂട്ടുക, ഇത് ഏറ്റവും വലിയ പുറാവയാണ്. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മ ബാപ്പടെ എവിടെ കടത്തിയാറങ്ങ വേറെ പക്ക കടത്തിയാറ്. ഞങ്ങളുടെ ഇപ്പുറത്ത് സ്വർഗത്ത് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മ വാപ്പ അപ്പുറത്തിക്കടോ. ഇതും അങ്ങ് ചൊന്നെങ്കത്തെ ഭീകരവാദാണ്. ഇങ്ങനെയെല്ലാം ഉള്ളെങ്കത്തെ ആൾമാർക്ക് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കാണ്ടിരിക്കണ എങ്ങനെ? ഞാൻ ചൊന്നത് അടിസ്ഥാനപരമായ കാരണങ്ങൾ ഇതാണ്. അതുകൊണ്ട് ഇതെന്തും പഠിക്കാണ്ട് ചില ആൾമാരെ സൂട്ടുപൂട്ട് കണ്ടപാടെ, ചില ആൾമാരെ താടി കണ്ടപാടെ, ചില ആൾമാരെ ജുബ്ബ കണ്ടപാടെ പെട്ടുപോണ്ടെങ്കത്തെ ആൾമാരിക്കിടാറ് അങ്ങ് പഠിക്കില്ല. അതുകൊണ്ടാണ് കൂടെ എന്ത് വിഷയത്തും പ്രൂഫ് കേൾക്കട്ട് എതിർക്കട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാൻ ചൊല്ലെ ലോകത്തുള്ള കോടിക്കണക്കിൽ ആൾമാർ കൽബിൽ വെച്ച് സ്നേഹിക്കുന്ന ഒരു നേതാവുടെ ಬಗ್ಗೆ ഞാൻ ചൊല്ലാൻ ചെല്ലുമ്പോ മൈക്ക പിടിച്ചുകൊണ്ട് വേണ്ട പ്രൂഫുണ്ടാ എനിക്ക് കൊടുത്തെങ്കും മയ്യാവില്ല. അങ്ങനത്തെ ആൾമാർക്ക് പ്രൂഫ് കൊടുത്തെങ്കിൽ ഒരിക്കലും അങ്ങനെ മയ്യാക്കുകയാവില്ല. കാരണം ഇതാണ്, ഹൃദയത്തിൽ രോഗമുണ്ടു. ഫീ ഖുലൂബിഹിം മറദുൻ, അങ്ങനെ ഹൃദയത്തിൽ രോഗമുണ്ടു. ആ രോഗമാണ് ഞാനിപ്പോ ചൊന്നു വന്നുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ റൗളാ ശരീഫുടെ മേലിലുള്ള കുബ്ബത്തെ പൊളിക്കണു ചെന്നിട്ട് എത്ര ഫത്വാണ്. ആ കുബ്ബ കണ്ണുക്ക് പിടിക്കുകയില്ല, അതൊന്ന് പൊളിക്കണു. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടിയുള്ള ശത്രുത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വെത്തിച്ച് തവസ്സുലാക്കി മധ്യവർത്തിയാക്കിയിട്ട് അള്ളാഹുടൊട്ടിയെ കേട്ടെങ്ക അത് പാടില്ല, അത് ശിർക്കാവുടു. അതും കൂടി ചെന്നാറ്. ഖുർആൻ ചെന്നതോ വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക. നബി സല്ലല്ലാഹു അലൈഹി എന്തെങ്കിലും ഒരു വിഷയത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ എതിർ വെച്ചിട്ട് അള്ളാഹുടൊട്ടി കേൾക്കൂ തീറ, അള്ളാഹുടൊട്ടി ഡയറക്റ്റ് കേൾക്കണു. ശരി, അള്ളാഹുടൊട്ടി ഡയറക്റ്റ് കേൾക്കട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ചെങ്കിൽ എന്താവും? അത് പാടില്ല, എതിർത്താറ്. ആ നേതാവുടെ നടുക്കു കൊമ്പറകു തീറ. ഖുർആൻ എന്താണ് ചൊന്നത്? വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക. ആക്രമിച്ച ആൾമാർ നിങ്ങളെ മുട്ട പറഞ്ഞു. അപ്പൊ ഖുർആൻ ഇത് തരില്ലേ? എന്തിനാണ് അള്ളാഹു നടുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെച്ചുകൊണ്ടുള്ളേ?
അതേ ഖുർആൻ ചൊന്തു വൈദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്, നിങ്ങൾ എല്ലാവരും ബർറു നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മാഫ് കേക്കട്, നബി തങ്ങ എന്തിക്ക് മാഫ് കേക്കട്, നങ്ങൾക്ക് ഡയറക്റ്റ് അള്ളാഹുടോട്ട് മാഫ് കേൾക്കുക. അവനായ ക്വസ്റ്റനാണ്. അള്ളാഹുടാട്ടി വലിയ തൗഹീദ് തിരിയ ആൾമാർ ഭയങ്കര അത്ഭുതം. അള്ളാഹുവേ തൗഹീദ് പഠിപ്പാട്ടിയ ആൾ അങ്ങനെ ഉണ്ടല്ലേ, രാജടാട്ടി വലിയ രാജഭക്തിയും ചെന്ന പോലെ ഒരു അള്ളാഹു ചെന്നുകൊണ്ടുള്ള നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ബർറു മാഫ് കേൾക്കറു എങ്കിൽ ലൗവൗറുസഹും തല തിരിച്ചിട്ട് ഓടുറാറ് ഒഹും മുസ്തക്ബിറൂൻ അഹങ്കാരിങ്ങാണ്ട് പണ്ടത്തെ കപട വിശ്വാസികളെ ಬಗ್ಗೆ ഖുർആൻ ചൊന്നൂರು അത് അന്ത്യനാൾ വരെ ബാധക്കാണ്. അപ്പോ എന്തപ്പാ റബീഉൽ അവ്വൽ വർമ്മ ഇങ്ങനെ ഇളകിടേണ്ടി കേട്ടാറുണ്ടായെങ്കിൽ അതിന്റെ കാരണങ്ങൾ ഇതാണ്. അതൊന്നും മാത്രമല്ല, അതുക്ക് മുന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുൽ പാടില്ല. ബാപ്പ ഉമ്മ അങ്ങ് സാമാന്യ ആൾമാരാണ്, അങ്ങ് പഴിച്ചുപോയ ആൾമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാമാന്യ ആളാണ്. ഇങ്ങനെയെല്ലാം ചൊന്നെങ്കിത്ത ആൾമാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കറുൽ ജസായിരിന്റെ ഒരാളിൽ 1921 അയാളെ ജനന. 2018 ആഗസ്റ്റിലാണ് മരണ. മദീനത്തിലാണ് മരിക്കടെ. മസ്ജിദുൻ നബവിയിൽ ഇമാമായിട്ടുണ്ട്. അങ്ങനെ വലിയ ആളാണ്. അയാളൊരു പലക്കെന്തര ഒന്നുണ്ടാ, ഇന്ന ദബീഹല്ലത്തി തുസ്ബഹു ഫിൽ മൗലിദ് അഹ്റമു ഇൻദല്ലാഹി തആല മിനൽ ഖിൻസീർ. നിങ്ങൾ നോക്കൂ, ഈ പലക്കല്ല എവിടെ ബണ്ടേന്ന് ചൊന്നെങ്കിൽ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതുപോലെയാണ് ഒരു മനുഷ്യൻ പുറത്തു ചൊല്ല്. അഥവാ ഒരാളെ പാത്രത്തിൽ എന്താണോ ഉള്ളത് അതാണ് പുറത്തു ധരിക്കടെ. ഒരാളെ പാത്രത്തിൽ പാലുണ്ടുണ്ടായെങ്കിൽ അതിൽ നിന്ന് എന്തെടുക്കുകയുള്ളൂ? പാലെടുക്കുകയുള്ളൂ. ഒരാളെ പാത്രത്തിൽ കള്ളുണ്ടുണ്ടായെങ്കിൽ അതിൽ പാലെടുക്കുകയൂടാ, അതിൽ നിന്ന് കള്ളേ പുറത്തു വേണ്ടേ. കുല്ലു ഇനായിൻ യർശഹു ബിമാ ഫീഹി, ഏത് പാത്രവും അതിലുള്ളതാണ് ധരിക്കടേ. അപ്പൊ ഇങ്ങനെല്ലാം എന്തപ്പാ ചൊല്ലു കാരണം ചൊന്നെങ്കിൽ ಅದರ ಅಡಿസ്ഥാನಾണ് ನಾನು ചൊന്നുകൊണ്ടുള്ളേ. ಅದರ ഉൾഗ ഇങ്ങനെ ഉണ്ടു. അബൂബക്കറുൽ ജസായിരിന്റെ ഉള്ള ഇങ്ങനെ വലിയ ആൾ അയാൾ ചൊന്തു മൗലിദിൽ അർക്കപ്പെടുറങ്കത്തെ ഇതുണ്ടല്ലോ മൃഗം, അത് ഹിൻസീറിനാട്ടി. ഹിൻസീർ ചൊന്നെങ്കിൽ തൊട്ടെങ്കിൽ ഒട്ട കൽക്കൊണായ ജീവി അതിരാട്ടി അപ്പുറാണ്. ഏത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹാക്കിയിട്ട് അണ്ടൊരു ഗമ്മത്താക്കുവാനായിട്ട് ഒരു ജീവിയുടെ ഞങ്ങൾ അർത്ഥം ഉണ്ടായെങ്കിൽ അത് ഇതിരാട്ടി അപ്പറ. അപ്പൊ മനസ്സിലിരിപ്പിതാണ് ഏതുവരെ ഈ അതേ അബൂബക്കറുൽ ജസായിരി ചെന്ന പലക്ക ലഖദിസ്തതഅനാ അൻ നുസീല കുല്ല ഔസാനിൽ ജസീറത്തിൽ അറബിയ. ഇത് ചൊല്ലുകൊള്ള അവസരമാണ്. ഇപ്പൊ വേറെ ടൈമിൽ ചൊല്ലുക അവസരം കിട്ടില്ല. അതുകൊണ്ട് ഇതും കൂടി നിങ്ങൾ മനസ്സിലാക്കൂ. അയാൾ ചൊന്ന പലക്ക ഞങ്ങൾക്ക് സാധ്യമായിട്ട് ജസീറത്തുൽ അറബിയത്തിലുള്ള എല്ലാ വിഗ്രഹത്തെ തച്ച് പൊടിയാക്കോ സാധ്യമായിട്ട് വലം യബക ഇൻദനാ ഇല്ലാ വസനുൽ ഖുബ്ബത്തിൽ ഖദറാ. അൽ ഖുബ്ബത്തുൽ ഖദറാ ഉണ്ടല്ല മദീനത്തിൽ വച്ചക്കുബ, ആ ഒരു വിഗ്രഹം മാത്രം നിങ്ങൾക്ക് പൊടിയാക്കുക ആയിട്ടില്ല. അതൊന്നുകൂടെ ബാക്കിയായിട്ട് അൽ ജസീറത്തുൽ അറബിയത്തെ എല്ലാം പൊടിയാക്കിയിടാറും. അതാണ് ഞാൻ ചൊന്നെ 1900 പിന്നെയാണ് ജന്നത്തുൽ ബഖീയുടെ കുബ്ബകളെല്ലാം പൊളിഞ്ഞു പോയിട്ട്. ഇന്നും നിങ്ങൾ അവിടെ പോകുമ്പോൾ ചെറിയ ബുക്ക് കിട്ടു. ആ ബുക്കിൽ പണ്ട് കുറേ കുബ്ബകളിന്ത് ഞങ്ങൾ അതല്ല തൗഹീദിന്റെ ഭാഗമായിട്ട് നിലസമാക്കിയാൻ അങ്ങ് വിശദീകരിക്കാറ്. അപ്പൊ ജസീറത്തുൽ അറബിയത്തിലുള്ള എല്ലാം അങ്ങ് പൊളിച്ചാറ്, ഒന്ന് മാത്രം പൊളിക്കോ ബാക്കി. ഇബ്നു ബാസ് ചൊല്ല ഇങ്ങളെ ഏറ്റവും വലിയ മുഫ്തി 1912 നവംബർ 21 റിയാദിൽ ജനിച്ചിട്ട് 1999 മെയ് 13 സൗദി മക്കത്തിൽ വർണ്ണപ്പെട്ടു. അയാൾക്കും ഇതേപോലത്തെ അഭിപ്രായങ്ങളാണ്. നേരത്തെ ചൊന്ന അർക്കപ്പെടുന്നതിനെ ಬಗ್ಗೆ ഇതേപോലത്തെ അഭിപ്രായങ്ങളാണുള്ളത്. അപ്പൊ ഈ വസൻ ഒന്ന് ബാക്കിയായിട്ട് അവിടെ ഞാൻ കേൾക്കട്ട 1400 വർഷമായിട്ട് അതൊരു ശിർക്കിടെ കേന്ദ്രമായിട്ട് ഇപ്പം തന്നെ ചൊല്ലണോ. എന്തുകൊണ്ടു? ഒരാൾ മരിച്ചെങ്കിൽ ആ ഒരാളെ ബിൽഡിങ്ങിടെ ഉൾഗ ദഫനാക്കൂ തീരാണ്ടാണ് ഇങ്ങനെ ചൊല്ലു. ഒന്ന്. രണ്ടാമത് ಅದರ മേലിൽ കെട്ടവു തീറ. മൂന്നാമത് ಅದರ മേലിൽ കൊബ്ബ ഉണ്ടാക്കൂ തീറ. ഇതെല്ലാം ശിർക്കിടെ കേന്ദ്രങ്ങളാണ്, കിടത്തി വെച്ച വിഗ്രഹങ്ങളാണ്. നിങ്ങളെ എല്ലാ നേതാക്കന്മാരുടെ അഭിപ്രായം ഇങ്ങ എഴുതി വെച്ചത് അതാണ്. എങ്കിൽ ഈ ശിർക്കിടെ ഇല്ലാണ്ടാക്കൂ ലോകത്ത് വന്നെങ്കത്തെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 1400 വർഷമായിട്ട് ഇനി ഖിയാമത്ത് നാളുകൾ കുറച്ച കാലം ബാക്കിയുള്ളേ. എന്നിട്ടും സ്വന്തം തലയുടെ മേലിലുള്ളെങ്കത്തെ ശിർക്കിടെ നീക്കവും ആ നേതാവ് സാധ്യമായിട്ടില്ല, അള്ളാഹു സാധ്യമായിട്ടില്ല എന്ന് ചൊന്നെങ്കിൽ ലോകത്തൊരാൾക്ക് എങ്ങനെയാണ് നമ്പുക അവിടെ? ഇത് അതൊരു ശിർക്കിടെ കേന്ദ്രണ്ടായെങ്കിൽ എല്ലാം നീങ്ങിയപ്പോൾ അത് നീങ്ങുനിന്ത് അത് പ്രൗഢിയുടെ കേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്ത് പോകുമ്പോൾ അൽ ഖുബ്ബത്തുൽ ഖദറായുടെ ಬಗ್ಗೆ ഇമാമിങ്ങൾ ചൊന്നാറ്. അത് നീനിങ്ങനെ നോക്കി നിണ്ടെങ്കിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു കഅബത്തിൽ നോക്കി നിൽക്കും പോലെ അതും ഒരു ഇബാദത്തായിട്ട് നിക്ക് കൂലി കിട്ടും ചൊന്ന മഹാന്മാർ വരെയുള്ള. പക്ഷെ അതിനെ ಬಗ್ಗೆ ചൊല്ല് അതൊരു വിഗ്രഹമാണ്. അതെന്തേ ഇവിടെ ബാക്കിയായി പോയിട്ടുണ്ട്. അത്ഭുതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലുണ്ട്, അല്ലാഹുമ്മ ലാ തജഅൽ ഖബ്രി വസനൻ യുഅബദ്. നന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹം നീ ആക്കുക തീരാണ്ട്. ആരെ ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ. നന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കുക തീരാണ്ട് 1400 വർഷത്തിന് മുന്നിൽ ദ്വാർന്നത്.
ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടാ ഇല്ലേ? ഉത്തരം കിട്ടിയിട്ടുണ്ടായെങ്കിൽ അവിടെ ഉള്ളെങ്കത്തെ കൊബ്ബയും ബിൽഡിങ്ങും അതൊരിക്കലും ശിർക്കിന്റെ കേന്ദ്രമല്ല. കാരണം എന്ത് പറഞ്ഞത്? നന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കുക തീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടിയില്ല. 1400 വർഷം ഇതേ ശിർക്കിനെ തന്റെ തലയുടെ മേൽ പൊറുത്തിട്ടുണ്ട്. ആര്? മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലണോ? നഊദു ബില്ലാഹ്. അർച്ചനാക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വിഗ്രഹമാക്കി ബദലാക്കിയാറ്. ഇങ്ങളെ ഏറ്റവും വലിയ ശൈഖുൽ ഹദീസായ അൽബാനി അൽ മുബ്തദിഅ, ആ അൽബാനി നബി സല്ലല്ലാഹു അൽബാനി ചൊന്ന ജില്ലറാളെന്തല്ല എവിടെ ഹദീസ് പണ്ട അവിടെ റവാഹു തുർമുദിയു ഹദീസ് റിപ്പോർട്ടാക്കൂ 1000 വർഷത്തിന് മുന്നത്തെ തുർമുദി ഇമാം വേണു സഹിയാക്കൂ അവിടെ കീൽ വസഹഹുൽ അൽബാനി അൽബാനി ಅದರ സഹിയാക്കിത്ത്. അൽബാനി സഹിയാക്കിയ പിന്നെ സഹിയെ 1914 അൽബേനിയത്തല്ല അയാൾ ജനിക്കടെ. 1999 ജോർഡാൻ അമ്മാനിലാണ് അയാൾ മരണപ്പെടുന്നത്. എപ്പോ? 1999. എത്ര വർഷത്തിന് മുന്നുള്ളൂ? 25 വർഷത്തിന് മുന്നുള്ളൂ. അപ്പോ ഹദീസ് റിപ്പോർട്ടാക്കൂ ബുഖാരി ഇമാം വേണു 1000 വർഷത്തിന് മുന്നത് സഹിയാക്കൂ വസഹഹുൽ അൽബാനി. ഇയാൾ സഹിയാക്കിയ മാത്ര സഹി. അങ്ങനത്തെ ആളാണ്. അപ്പൊ അങ്ങനത്തെ അൽബാനി അയാള് തഫ്സീറുസ് സാജിദ് മിൻ ഇത്തിഖാദിൽ ഖുബൂരി മസാജിദ്, ഖബറിനെ പള്ളിയാക്കുന്നതിന്റെ ಬಗ್ಗೆ വിശദീകരിക്കണമെങ്കിൽ ഒരു ഹദീസുണ്ട്. ലഅനല്ലാഹുൽ യഹൂദ വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ. ജൂത നസാറാക്കൾക്ക് അല്ലാഹുവോട് ശാപയിക്കട്ടെ. എന്തേ? അങ്ങനെ നബിമാരെ ഖബറിനെ അങ്ങ് സുജൂദിന്റെ കേന്ദ്രാക്കിയാറ് അഥവാ ആരാധനാ സ്ഥലാക്കിയാറ്. അത് ആര്? യഹൂദി നസാറാക്കളെ ബഗ്ഗെയാണ് ചെന്നുകൊണ്ടുള്ളത്. ലോകത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു നബിയുടെ ഖബർ സുജൂദിന്റെ കേന്ദ്രാക്കിയ ചരിത്രമില്ല. അങ്ങനെ ഏതെങ്കിലും വിവരമില്ലാത്ത ആൾ പോയി സുജൂദിട്ടാണ്ടായത് ഹറാമാണ്, നിഷിദ്ധമാണ്. അതേ സമയത്ത് ഖബർ ആരാധിക്കടേന്ന് ചൊല്ലത് ലോകത്തുള്ള മുസ്ലിമീങ്ങളാക്കിക്കൊണ്ടില്ല. ഇയാൾ ആ കിതാബിൽ എഴുതിയത് അൻ ഉജൂദി ഖബറിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ എവിടെ ഉണ്ട്? മദീനത്തെ പള്ളിയുടെ ഉൾഗുണ്ട്. അതിനെ ಬಗ್ಗೆ അയാൾ ചൊല്ലു അജിബ്തു ന കൽബുതാണ് കൈഫ വല്ലത്ത് ഹാദിഹിൽ ലാഹിറത്തുൽ വസനിയത്തു ഖായിമത്തൻ ഹത്തൽ യൗം. ഈ നാൾ വരെ ഇത്രയും സ്പഷ്ടമായ ഈ ഒരു വിഗ്രഹം ഇവിടെ എങ്ങനെ ബാക്കിയായിട്ട് എന്ന കൽബുലായോണ്ടുകൊണ്ടാണ് അൽബാനി വിശദീകരിച്ചുകൊണ്ടുള്ളത്. കിതാബുൽ ജനായിസിൽ അയാൾ ചൊല്ലു അൽബാനി അനലാ ഉസല്ലി ഫിൽ ഹറമിൻ നബവി, ഹറമുൻ നബവിയിൽ നിസ്കരിക്കുമെന്നൊക്കെ മനസ്സില്ല. എന്തുകൊണ്ടു? ലി വുജൂദിൽ ഖബ്രി ഫീഹി, അതിൽ എന്തുണ്ടു? അവിടെ ഖബറുണ്ടു. വയജിബു ഇഖ്റാജുഹു, ആ ഖബറിനെ അവിടെ പുറത്താക്കൽ നിർബന്ധമാണ് ചൊല്ലെ ആധുനിക മൗലവിയുടെ ഫത്വാണ്. കേരളത്തിൽ ഒരാളിന് ജക്കരിയ സ്വലാഹിൻ അയാൾ മരിച്ചുപോയി. അയാൾ ചൊന്ത് പരസ്യമായ പ്രസംഗാണ്. KNM അഥവാ കേരള നദ്വത്തുൽ മുജാഹിദീൻ ചൊല്ലതുക്ക് സൗദി അറേബ്യത്തെ അധികാരം ഇത് കിട്ടിയെങ്കിൽ ഞങ്ങൾ എന്താക്കടാൻ ചൊന്നെങ്കിൽ ആ കുബ്ബത്തെ തച്ച് പൊടിയാക്കിയിട്ട് പിത്യാമത്തെ നാൾ ഖബറിന്റെ മദീനത്തെ പള്ളിയെ പുറത്താക്കട. അത് ഞങ്ങൾ ആക്കട ആദ്യത്തെ സ്വറ. ഇന്ന് സൗദി സർക്കാർക്ക് അതിന് ധൈര്യമില്ല അവള ഒന്നത്. രണ്ടാമത് അങ്ങനെ മിത്തു ആക്കിയെങ്കിൽ ലോകത്തുള്ള എല്ലാ ആൾമാരും വന്നിട്ട് തല അടിച്ചിട്ട് അവിടെ മരിക്കുവാറ്. അതുകൊണ്ടാണ് ആക്കാത്തെ. ഞങ്ങൾക്ക് മിത്തു അധികാരം കിട്ടിയില്ലെങ്കിൽ അയാൾ മരിച്ചിട്ട് പോയിട്ട് സുമാർ വർഷമായിട്ട് അധികാരം കിട്ടിയിട്ടില്ല, അയാൾ ആക്കിയിട്ടോ ഇല്ല. പക്ഷെ ഞങ്ങൾ ഉള്ളിലിരിപ്പ് നീ ഒന്ന് അന്തജാക്കണം പ്രിയപ്പെട്ട സഹോദരൻ. ഞാനതെന്തും ചൊല്ലല്ല, ഒരു പ്രൂഫും ചൊന്നുകൊണ്ടുള്ളതല്ല. ഇതൊരു ശിർക്കിന്റെ കേന്ദ്രാണ്ടായെങ്കിൽ, ഇതൊരു വിഗ്രഹണ്ടായെങ്കിൽ ഇത്ര മനസ്സിലാക്കിയെങ്കിൽ 1400 വർഷത്തിൽ കോടിക്കണക്കിൽ ഇമാമിങ്ങളാണ് അവിടെ വന്നത്. എങ്ങനത്തെ ആൾമാരെല്ലാം വന്നത്. അപ്പൊ എല്ലാവരും ഈ ശിർക്കിന്റെ മുന്നിൽ വന്നിട്ട് പോയാറ്. ശിർക്കിടെ എല്ലാം ഇല്ലാണ്ടാക്കൂ വന്ന അതേ നേതാവുടെ മേളില് ശിർക്കിടെ അടയാളം വെച്ചിട്ടുണ്ടെന്ന് ചൊല്ലത് ഏതൊരാൾക്കാണ് അംഗീകരിക്കുക അവിടെ. അങ്ങനെ തുടങ്ങി കുറേ വിഷയങ്ങൾ. ഓർക്ക ഇതേ അബൂബക്കർ ജസായിരിയുടെ ಬಗ್ಗೆ ഓർക്ക് ചെല്ല് ഈ കുബ്ബ പൊളിച്ചെങ്കിലല്ലാണ്ട് മുസ്ലിമീങ്ങൾ വിജയിക്കില്ല. അതുകൊണ്ട് അഖ്രിജൂഹു മിനൽ മസ്ജിദ്, ഇതിനെ നിങ്ങൾ പള്ളിയെ പുറത്താക്കണോണ്ട് വരെ അങ്ങ് ചെന്നാറ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അയാൾക്ക് സുഹദാഉൽ ഫളീലാൻറ്റുള്ള കിതാബുണ്ട്. അതിൽ അയാൾ ഇങ്ങനെ വിശദീകരിക്കുന്നത് പടച്ചോണ്ട് സൃഷ്ടികളെ തൊട്ട് ഒരു മറയുമില്ല. അതുകൊണ്ട് ഒരു മറയുമില്ലാണ്ട് പടച്ചോണ്ടൊട്ടിಗೆ ബന്ധപ്പെടുവാവുള്ളൂ. വലാ യജൂസു തവസ്സുലു ബി അഹദിൻ ഗൈരില്ല, അള്ളാഹു അല്ലാത്ത ഒരാളെ പടച്ചോന്റെ എതിരിൽ വെക്കുക തീറ. അയാൾ എത്ര വലിയ ആളാവട്ട്, നബിയാവട്ട്, ഇമാമാവട്ട്, മലക്കാവട്ട്, സ്വാലിഹായ ആളാവട്ട് പാടില്ല. എന്തേ പാടില്ല? ലിഅന്നൽ ഇൻസാന ഇതാ മാത്ത സ്വാറ മഅദൂമൻ. ഒരു മനുഷ്യൻ മരിച്ചാണ്ടായെങ്കിൽ അവൻ ഇല്ലാത്ത ആളായ ഒരാൾ മരിച്ചെങ്കിൽ അവൻ്റെത് തീർത്ത്. അതുകൊണ്ട് വൽ മഅദൂമു ലാ യുസ്തഫാദു മിൻഹു, ഇല്ലാത്ത ആളെ കൊണ്ട് ഒരു ഉപകാരവുമില്ല, ഫായിദവുമില്ല. അത് നബിയാവട്ട് ആറും. ഇതാണ് വിശ്വാസം. അപ്പൊ വ്യത്യാസം ഇതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചിട്ട് നബിമാർ മരിച്ചാരെന്ന് വിചാരിക്കാം.
മറിച്ചെങ്ക് അങ്ങ് ഇല്ലാത്ത ആളെ പോലെ ഇത് ആര് ചൊല്ല ചില്ലറ ആളെന്തുമല്ല, ഇതിനെ ഉണ്ടാക്കിയെങ്കത്തെ സ്ഥാപക്കാണ് വിശദീകരിച്ചുകൊണ്ടുള്ള അയാളെ കിതാബുൾ. ഒരാളെയും എതിർവെക്കോ തീറ എന്തുകൊണ്ടും ചൊന്നെങ്കിൽ ഒരാൾ മരിച്ചെങ്കിൽ അയാൾ മഴതുമായിട്ട് ഇല്ലാത്ത ആളായിട്ട് ഉപകാരം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ഉണ്ട് 5 വക്ത് നിസ്കാരത്തിലും അല്ലാത്ത നിസ്കാരത്തിലെല്ലാം ചൊല്ലത് വേസ്റ്റാണ്. വെറുതെ അതൊന്നും ഇങ്ങനെ ചൊല്ലേണ്ടായിട്ടിരിക്കും ഞങ്ങൾ വിശ്വാസം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ കോടിക്കണക്കിന് ആൾമാർ വന്ന് മദീനത്തിൽ സലാം ചൊന്നുകൊണ്ടുള്ളാർ. അതെല്ലാം വെറുതെ ഒരു ചടങ്ങായിട്ടിരിക്കും, വെറുതെ ആക്കടായിട്ടിരിക്കും. ഇല്ല, കാരണം മഴതുമായിട്ടല്ലേ, ഇല്ലാത്ത ആൾക്ക് എന്തിനാണ് സലാം ചൊല്ലേ. അപ്പം ഞാൻ ചൊന്നേ ഈ ആശയങ്ങളെല്ലാം പറഞ്ഞുകൊള്ള കാരണം കൂടെ എന്തായിത്തും ചൊന്നെങ്കിൽ കൽബിലുള്ള വിശ്വാസം അങ്ങ് കുറഞ്ഞു പോയിട്ട് ആരോ അങ്ങനെ തലക്കൊരു ബോംബിട്ട് പോയാറ്. ഇതെല്ലാം ശിർക്ക്, ഇസ്ലാമിയുടെ പുറത്തു പോകേണ്ടത്. അതുകൊണ്ട് എത്ര കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ദൂരത്താക്കാവുള്ളൂ അത്ര കണ്ട് ദൂരത്താക്കിയാറ്. ഇമാം സൈനി ദഹ്ലാൻ റഹിമഹുല്ലാ, അയാൾ മക്കത്തെ മുഫ്തിയാൻ, ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു 1231 ജനനം, 1340 വഫാത്താവുടെ ഹിജ്റ. ആ മഹാൻ ഫിത്നത്തുൽ വഹാബിയാൻ ചൊല്ല കിതാബിൽ വിശദീകരിക്കരുത്. ബാങ്കിൽ പിന്നെ സ്വലാത്ത് ചൊല്ലുക തീരാണ്ട് ഒരു തീരുമാനമാക്കിയാറിങ്ങ. മിമ്പറിൽ ബാങ്കിൽ പിന്നെ മിനാരത്തിൽ സ്വലാത്ത് ചൊല്ലുക തീരാ. അങ്ങനെ ആ കിതാബിന്റെ ലാസ്റ്റ് അയാൾ ചൊല്ലു ഒരു കുരുടനായ മുഅദ്ദിനിൻത്ത് മക്കത്തിൽ അയാളങ്ങ് ബാങ്കിൽ പിന്നെ സ്വലാത്ത് ചൊന്തു. ഇയാൾക്ക് വിഷയം കിട്ടിയിട്ട് ഇയാളെ എടുത്തു പോയിട്ട് അങ്ങ് കൊന്നാറ്. കാരണം എന്തേ? അസ്വലാത്ത് ബഅദല്ലദാൻ, ബാങ്കിൽ പിന്നെ സ്വലാത്ത് ചൊന്നത് കൊണ്ട് ഇയാളങ്ങ് കൊന്നാറുണ്ട്. ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാൻ റഹിമഹുല്ലാ അയാളെ ഫിത്നത്തുൽ വഹാബിയത്തിൽ വിശദീകരിക്കരുത്. അതേ സൈനി ദഹ്ലാൻ റഹിമഹുല്ലയുടെ കിതാബാണ് അദ്ദുററുസ്സനിയ. ചെമ്മയാൾ ചൊല്ലു. അതിൽ ഇയാൾ ചൊന്ന പലക്ക മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ലെങ്കിൽ അയാളെ അനുയായികൾ ചൊന്ന പലക്ക വഇന്ന അസായ ഖൈറും മിൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്റെ ഈ ബടി ഉണ്ടല്ലേ, അത് ആരാട്ടി ഖൈറാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാട്ടി ഖൈറാണ്. അത് ഇയാൾ ചൊന്ന പലക്കാണ്ടുണ്ടോ? അതിനെ ഭയങ്കര എതിർത്താറ്. ഞങ്ങളുടെ നേതാവ് അത് ചൊന്നിട്ടേയില്ല. പക്ഷെ ഇയാൾ ചൊല്ലു. അയാളെ അനുയായികളിൽപ്പെട്ട ഒരാൾ ചൊന്നെങ്കിൽ ഇങ്ങ പടിപ്പാട്ടി ആശയം ഇതാണ്. അപ്പം അങ്ങ് ചൊല്ലണേ, കാരണം മരിച്ചെങ്കിലെ തീന്തല്ലേ. അതുകൊണ്ട് നന്റെ ഈ ബടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാട്ടി ഖൈറാണ്. കാരണം ഈ ബടി കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അതുകൊണ്ട് ഉപകാരമില്ല. എന്തേ? അത് മഴതുമായി പോയിട്ട് ഇല്ലാണ്ടായി പോയിട്ട് ഉണ്ട്. ഇതെല്ലാം ഭീകരവാദങ്ങളാണ്. ആരെ ಬಗ್ಗೆ ചൊന്നുകൊണ്ടുള്ളേ? ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ അങ്ങനെ ചൊന്നുകൊണ്ടുണ്ട് ഇയാൾ. ഇബ്നു തൈമിയ്യ ഒരു ശിഷ്യനുണ്ട്, ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ. അയാൾ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി പോയാൽ പിന്നെ ഉപകാരം കിട്ടിയെങ്കത്ത എത്രമാ സംഭവങ്ങൾ അയാളെ കിതാബുർ റൂഹ് ചൊല്ല കിതാബിൽ വിശദീകരിച്ചുകൊണ്ടുണ്ട്. ഇതാണ് ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. അയാൾ ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായാൽ പിന്നെ കുറേ ഉപകാരങ്ങൾ കിട്ടിയത് അതിരെ ജാഹിലല്ലാത്ത ഒരാൾ നിഷേധിക്കില്ല അയാൾ ചൊന്നുകൊണ്ടുണ്ട്. ഇയാളും ഇയാളെ അനുയായി ഇപ്പുറത്ത് ചൊന്നുകൊണ്ടുള്ളത് മരിച്ചെങ്കെല്ലാം തീർത്ത് മഴതുമാണ്. പിന്നെ ആ ഭാഗത്ത് പോയി തീറ. ഇങ്ങനെ വൈരുദ്ധ്യമായ കുറേ വിഷയങ്ങൾ ഇക്കട്ട് ഞാൻ ആ ഭാഗം ചൊന്നപ്പ 1-2 കാര്യങ്ങൾ ചൊന്നത് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധുവും മൗലിദും വേണ്ടാൻ ചൊന്നിട്ടു അഞ്ഞ മൈക്ക് കെട്ടതിനെ ಬಗ್ಗೆ നീ അത്ഭുതപ്പെടണ്ട. അതൊക്കെ മുന്നിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കൊണ്ടുകൊണ്ടാണ് ചൊന്നേ. ഇങ്ങത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അതൊരു 2ാമത്തെ പാർട്ട് മാത്രം. അതിങ്ങനെ ചൊന്നുകൊണ്ടല്ലാണ്ട് അതിലുള്ള യഥാർത്ഥ വിശ്വാസം കൽബിലങ്ങ് ദച്ചില്ലാണ്ടാകുമ്പോ അവൻ എല്ലാത്തെയും എതിർക്കട. ഖുർആൻ ചൊന്നത് ആമിനൂ കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കുറോണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ചെന്ന് ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തെല്ലാം അവശിഷ്ടങ്ങളുണ്ടാ, എന്തെല്ലാം അടയാളങ്ങളുണ്ടാ, അതൊക്കെ വല്ലാത്ത ആദരവ് കൽപ്പിച്ചാറ്, വലിയ വലിയ മഹത്വങ്ങൾ കൽപ്പിച്ചാറ്. ലോകത്തെവിടെയെങ്കിലും ഷായർ മുബാറക് സനത് സഹിതമുള്ള ഷായർ മുബാറക് അങ്ങനെ സനത് വേണ്ടാണ്ട. ഒരാൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഷായർ മുബാറക് തന്തിന് പേരിക്കാം. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങൾ ചൊന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലാണ്ട് അതിനെ നിങ്ങൾ എതിർക്കോ പോകണ്ട. ഇതല്ല ആയങ്ക ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഷായർ ഒക്കുണ്ടായെങ്കിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർല് നിന്റെ അല്ലേ. കാരണം ലോകത്ത് ഷായർ മുബാറക് ഉണ്ടെന്നുള്ളത് സ്പഷ്ടമാണ്. ഹജ്ജത്തുൽ വദാഇൽ മുടി കളഞ്ഞിട്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കൂ, സ്വഹാബത്തുക്ക് വിതരണാക്കുറു യക്സിംഹു ബൈനന്നാസ്. ഇത് സഹിഹായ ഹദീസാണ്. സ്വഹാബത്തുകളെല്ലാം നിങ്ങൾ ഇതിന്റെ വിതരണാക്കുറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു.
അപ്പൊ ലോകമെമ്പാടും അത് പൈത്തുണ്ടുള്ളത് ഉറപ്പാണ്. അപ്പൊ നിങ്ങളെ കയ്യിൽ ഒരു ഷഹർ മുബാറക് കിട്ടിയിട്ടുണ്ടായെങ്കിൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. അതേ സമയത്ത് സനത് വേണം അവൻ സനത് സഹിതമുള്ള ഒരു ഷഹർ മുബാറക് കൊടുത്തു വിചാരിക്കാം ഈ ചൊന്ന ആൾമാരെ കയ്യിൽ എങ്കിൽ അതിന്റെ ബർക്കത്ത്. എത്ര അഭിപ്രായങ്ങളാണ് അതിന്റെ ಬಗ್ಗೆ. ആരെ ഷഹർ മുബാറക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കിട്ടുവാനായിട്ട് സ്വഹാബത്ത് യുദ്ധാക്കിക്കൊണ്ടിരുന്നാറ്. ഇതാരെ വിശ്വാസം? സ്വഹാബത്തര വിശ്വാസം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഷഹർ മുബാറക് പോയിട്ട് ശരീരത്തിന് സ്പർശായെങ്കത്തെ തന്നിന്റെ ಬಗ್ಗೆ ഞാൻ ചെന്ന് ആ തന്നി കിട്ടു കാതു യക്തത്തിലൂന അലാ വളുഇ യുദ്ധാക്കുക വരെ റെഡി. നക്ക് വേണു എന്തേ ഈ തന്നി തെല്ല് നക്ക് കിട്ടട്ട് ഇത് ഇണ്ടത്തെ ആൾമാരൊട്ടി ചൊന്നു കൊടുത്ത് ആ ഒരു വിശ്വാസം ബറുവാ ബണ്ടില്ലേ. അത് വ്യക്തി പൂജ ഉണ്ടാവൂ. സ്വഹാബത്ത് കിട്ടില്ലാണ്ടെങ്കിൽ കിട്ടിയ ആൾമാരെ തടിരെ ഇങ്ങനെ തോത്തിട്ട് അങ്ങനെ തടിക്കൊണ്ടിരുന്നാറ്. ഇതിന്റെ ബഗ്ಗೆയുള്ള വിശ്വാസം എന്തായിട്ടിക്കൂ. അതുകൊണ്ട് ഖുർആൻ വളരെ സ്പഷ്ടമായിട്ട് ചൊന്തു ആമിനു കമാ ആമനന്നാസ്. നിങ്ങൾ വിശ്വസിക്കണു എങ്ങനെ വന്നുണ്ട സ്വഹാബത്ത് വിശ്വസിച്ച പോലെ. അല്ലാണ്ട് ഡയറക്റ്റ് പ്രൂഫ് ഖുർആൻ ഹദീദ് ഉണ്ടല്ല. ഖുർആൻ ഹദീദ് ലോകത്ത് മനസ്സിലാക്കിയ ആൾമാരാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. അങ്ങെന്താക്കിയാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ധരിച്ചെങ്കത്തൊരു ജുബ്ബയിന്ത് ആരമുട്ട ആയിഷ റളിയല്ലാഹു അൻഹാടെ മുട്ട പെഞ്ഞായിടെ മുട്ട. ആയിഷ ബീവി വഫാത്തായപ്പ അയിമടെ പെങ്ങളാണ് അസ്മാ റളിയല്ലാഹു അൻഹ 100 വർഷത്തോളം ചെയ്യിച്ചിൻ തൈമ. ആ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ എന്താക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജുബ്ബ അതിൽ അയിമ ചൊല്ലു ഫനഹ്നു നഗ്സിലുഹു ലിൽ മർദാ നസ്തശ്ഫി ബിഹാ. രോഗി ആരെങ്കിലും വന്നെങ്കിൽ ഞങ്ങൾ പണി എന്തിനാ ഒന്നുണ്ട ഈ ജുബ്ബത്തെ ഒന്ന് കൽകിട്ട് ആ തന്നി ഈ രോഗികൾക്ക് ഞങ്ങൾ കൊടുക്കുക. ആരാണ് ചൊന്നേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ മോളു സയ്യിദത്തുന അസ്മാ റളിയല്ലാഹു അൻഹ. സ്വഹീഹായ ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കും. ഇതെല്ലാം ഒന്ന് ചൊന്നു നോക്കിയെങ്കിൽ ആ സമയത്ത് മുഖം ചുളിക്കുന്നതും മുഖം തിരിർതും നമുക്ക് കണ്ട്. അതുകൊണ്ട് ഞാൻ ചൊന്നേ ലാഹിറായ ബാഹ്യമായ അടയാളങ്ങൾ കണ്ടിട്ട് ആരും പെട്ടുപോകണ്ട. മാന്തി നോക്കുമ്പോ ഭീകരമായ വാദങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അമ്പിയായുടെ ശരീരങ്ങൾ മണ്ണ് തിണ്ട് ജീർണിച്ചു പോയിരുന്നുള്ള ഭീകരവാദ മണ്ടനാക്കിയെങ്കിൽ താൽമാറുള്ളാറ്. ഇപ്പുറത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസിൽ ചൊല്ലു നന്റെ മേൽ നിങ്ങൾ ചെമ്മ സലാത്ത് ചൊല്ലറു. നിങ്ങളെ അമൽ നക്ക് വെളിവാക്കപ്പെട്ടു തോറതു അലയ്യ അമാലുക്കും. നിങ്ങളെ അമലെല്ലാം നക്ക് കാട്ടുൻ. അപ്പൊ സഹാബത്തിൽപ്പെട്ട ഒരാൾ കേട്ടാറ് നിങ്ങൾക്ക് എങ്ങനെ കൊന്താവിടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് അരിംത. അങ്ങ് വിചാരിച്ചാൽ അങ്ങനെ കുറച്ചാൾമാർ കബർ വെച്ചെങ്ക് മണ്ണ് വെച്ചെങ്കെല്ലാം തീർന്ന് പടിപ്പാട്ടി കൊടുക്കണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അപ്പ ചൊല്ലു ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. ഭൂമി തൊടുകു തീറ നബിമാരെ ശരീരം ഭൂമി തൊടുകു തീറ അത് നിഷിദ്ധമാണ്. അതുകൊണ്ട് അംബിയായുടെ ശരീരം എന്തുമാവില്ലാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി. അപ്പൊ എങ്ങനെ നിങ്ങൾ സർച്ചാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് ഉൾഗത്തുക ഇറങ്ങിപ്പോയാറുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം അങ്ങ് കുറഞ്ഞു വന്ന് കൊറടിയായി പോകുമ്പോ പിന്നെ അതൊരു പോസ്റ്റ്മാൻ കാലി ഒരു പോസ്റ്റ്മാൻ രണ്ട് പെട്ടി കൊമ്പെന്നെങ്കിൽ ആള് ഏത് പെട്ടി? ഖുർആനും ഹദീസ് ജണ്ട് വിട്ടുപോയിര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലുണ്ടല്ലേ ഞാൻ ജണ്ട് വിട്ടുപോയിര്. ആ ജണ്ട് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റിപ്പോണ്ടുള്ള ഒന്ന് കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുടെ കിതാബും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് കൽബുൽ മഹബത്ത് വണ്ടില്ലാണ്ടായെങ്കിൽ നക്കിത് ജണ്ട് മാത്രമേ ആവുള്ളൂ. അപ്പൊ ഈ ജണ്ട് കൊമ്പെന്ന ഒരാളുണ്ടല്ലേ അയാൾ ബന്ത് പൈത്ത് അയാൾ നന്റെ മുട്ട എത്തുവാട്ടിയെങ്കത്തൊരു പോസ്റ്റ്മാന്റെ ദൗത്യം മാത്രം നിർവഹണാക്കിയെങ്കത്ത ആളാണ് അയാൾ. ഞങ്ങളെപ്പോലത്തെ മനുഷ്യനാണ്. അതുകൊണ്ട് അവിടെ സ്റ്റോപ്പ്. പിന്നെ അയാളെ ഇങ്ങനെ പോതിയുണ്ടു അയാളെ ഇങ്ങനെ ചൊന്നോണ്ടിരിക്കുക ഉള്ളേ. പക്ഷേ ഈമാൻ ചർച്ചയാവുടെങ്കത്ത സൊസൈറ്റിയിൽ ഒന്നാമത്തെ ചർച്ച മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഞങ്ങൾക്ക് പെട്ടിയും വേണു പെട്ടി കൊമ്പൻ നിങ്ങക്കത്ത ആളും വേണു. ഗൾഫിടെ ಹಬ್ಬ ಬರ್ಮ ನಾನು ಚೆಮ್ಮ ಉದಾಹರಣೆ ಮುಂದೊಂದ್ರೆ ಗಲ್ಫಿಡೆ ಹಬ್ಬ ಬರ್ಮ ಸುಮಾರು ವರ್ಷ ಇತ್ತು ಅಯಾൾ ಬರ್ಮ ಅಯಾൾ ഗൾഫിക്ക് ഗൾഫിടെ ಬರ್ಮ എയർപോർട്ടിൽ ചെമ്മ ആൾമാർ പോയിട്ടിരിക്കാറല്ലേ പല ടൈപ്പിടെ ആൾമാർ. ഈ അബ്ബടൊട്ടി മാപ്പിലോടൊട്ടി ഭയങ്കര പിസ്സുള്ള എങ്കത്തെ പെഞ്ഞായി 4-5 വർഷമായിട്ട് അല്ലെ 3 വർഷമായിട്ട് മാപ്പിലെ കാണാണ്ട് അയാൾ ഫോണാക്കിട്ടിന്ത് ഞാൻ എങ്ങനെ പണ്ടേ എൻ്റെ കയ്യിൽ എന്തും ഇല്ല പൈസ ഇല്ല എൻ്റെ ചൊന്നിട്ടിന്ത്. അപ്പൊ ഈമ പിർസുള്ള എങ്കത്തൊരു പെഞ്ഞായിട്ട് അയങ്ങെന്നിട്ട് ചൊല്ലു അയ്മ ചെല്ല് നീങ്ങ പെട്ടി കൊമ്പന്നില്ലെങ്കോ ആവൂ നിങ്ങൾ എന്ത് കൊമ്പന്നില്ലെങ്കോ ചോക്ലേറ്റ് ಹೆಂಗೆ കൊമ്പണ്ടേൻ്റെ അയാൾ കേൾക്കടോ എന്തും ഇല്ലെങ്കിൽ ഇനി ഗൾഫിടെ പണ്ട് അവൻ ചോക്ലേറ്റ് കൊമ്പന്നില്ല എയർപോർട്ടിൽ ಹೆಂಗೆ എടുത്താൽ പറഞ്ഞ കാരണം അവൻ ചോക്ലേറ്റ് കൊമ്പന്നില്ലെങ്കിൽ ആവുള്ളേ. അതുകൊണ്ട് അതും കൊമ്പറ ഇയാളൊട്ടിയ പൈസ ഇല്ല. അപ്പൊ പിർസുള്ള പെഞ്ഞായി ചൊല്ലാള്
നിങ്ങൾ എന്ത് കൊമ്പെന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ മെയ്യോ ഞങ്ങളുടെ റിക്ഷ കൂലി പണിയെടുത്തിട്ടെങ്കിലും എനിക്ക് ഗൾഫ് പോകണ്ട. അതേ സമയത്ത് ഇതുക്ക് പേനായി കടത്തിയ പെഞ്ഞായിട്ടായും ചൊല്ലാൽ എന്തി ഇത്ര അർജന്റിൽ പണ്ടേ ഇനി 2 വർഷം നയിച്ചിട്ട് ചെമ്മ എടുത്ത പറഞ്ഞു. അപ്പോൾ ഇക്കട്ട് ഒരു പാപ്പ ഗൾഫിടെ വരുമ്പോൾ എയർപോർട്ട് വ്യത്യസ്തമായ ആൾമാർ അതിൽ കുഞ്ഞ ബൈക്കു മൂത്ത ബൈക്കു മക്കൈക്കിടാറ് ചെറിയ ചെറിയ മക്കൈക്കിട് പെഞ്ഞായി വിരസത്തെ പെഞ്ഞായി അങ്ങനെ പല ടൈപ്പിടെ ആൾമാരിക്കിടാറ്. അങ്ങനെ കാത്ത് 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 ബണ്ട കാണില്ലേ. അപ്പോൾ വിസ കിട്ടിയിട്ട് അവണു ഫ്ലൈറ്റ് ഇരിഞ്ഞാവുള്ള മൈക്കാലത്ത് അത്രയാകുമ്പോൾ അൽഹംദുലില്ലാ കുഞ്ഞപ്പ മൂത്തപ്പക്ക് അത്രമേയാവും. പിന്നെ അങ്ങ് വേറെ എന്ത് വേണ്ട കുഞ്ഞപ്പ മൂത്തപ്പ ഇരിഞ്ഞല്ലേ അല്ല അങ്ങ് വേറെ அவங்க കൊണ്ട് കാണുന്നുണ്ട് എന്തില്ലേ പെട്ടി കൊമ്പെന്നാലും കാണുന്നുണ്ട് എന്തില്ല പെട്ടി ഇപ്പം കിട്ടാ അങ്ങ് ഇത്രമേയാവും. അതേ സമയത്ത് പല ടൈപ്പിടെ ആൾമാർ അങ്ങ് പോയാൽ അങ്ങ് തീന്ത് കാരണം ഇനി എത്ര കൊണ്ട് കാക്കിടേണ്ട. പിന്നെ നോക്കുമ്പോൾ അബ്ബ വരുമ്പോൾ 2 പെട്ടി എടുത്തോണ്ട് പോണ്ട് വലിയ വലിയ പെട്ടി. അങ്ങനെ വരുമ്പോൾ മക്ക പെട്ടിരമേ നോക്കടേ മക്ക ചെറിയ മക്ക ഇനി പിരിസയില്ലാത്ത മക്ക ഉണ്ടായെങ്കിൽ അങ്ങ് അബ്ബ വേணுണ്ടില്ല പെട്ടി കിട്ടിയമയോട് ചോക്ലേറ്റ് അത് ഇതെല്ലാം വേണം അങ്ങ് പെട്ടിരമേ നോക്കടേ. ആ സമയത്ത് പെഞ്ഞായി നോക്കുന്നത് പെട്ടിയിലല്ല അയാളെ മാത്രമാണ് നോക്കടേ. അപ്പം ഞാൻ ചൊല്ലേ അങ്ങനെ ഈ അബ്ബ വരുമ്പോൾ നല്ല പെട്ടി നിറച്ച വന്നൊരു ഉദാഹരണത്ത് പക്ഷെ എന്തോ അയാളെ തനിക്ക് കസ്റ്റംസ് പിടിച്ചിട്ട് പെട്ടിയെടുത്താറ്. അബ്ബ മാത്രം കൈബീച്ചുകൊണ്ട് ബന്ധത്തിന് പേരിക്കാം എങ്കിൽ എന്തായിട്ടിരിക്കും ആള്. ആ സമയത്താണ് പിർസയില്ലാത്ത എനിക്കെത്ത മക്ക അല്ലെങ്കിൽ പെഞ്ഞായിച്ചുള്ള ഈ മനുഷ്യ പോയില്ലെങ്കോ ആവത്ത് ആ പെട്ടി നിരമയാവത്ത് കിതാബുല്ലാഹി വ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടി നിരമയാവത്ത് ഇയാളഞ്ഞ് പോയില്ലെങ്കിൽ തൊന്തരയില്ലെന്ന് ഇതിലുണ്ടല്ലേ നിറച്ച് ഭയങ്കര ബേജാറ് എനിക്ക് തീരുകയില്ല പെട്ടി പോയിത്തല്ല ഇതേ വിഷയ. അതേ സമയത്ത് പിർസ ഉള്ള ആൾമാരുണ്ടായിരുന്നെങ്കിൽ അങ്ങ് ബാപ്പ കൈവീശിയ ബമ്മ ചെല്ലാറ് അൽഹംദുലില്ലാ അറുക്കി പിടിക്കിടാറ് പെട്ടി പോയി അങ്ങ് പോട്ടപ്പറ. പക്ഷെ നിങ്ങ വന്നാറല്ലേ അൽഹംദുലില്ലാ എനിക്ക് വലിയ സന്തോഷമാണ്. പിർസ ഉള്ള എനിക്കെത്ത ആൾമാർക്ക് ഇനി ഞങ്ങൾക്ക് പെട്ടിയും ബാപ്പ എടുത്ത വന്നെങ്കിൽ അൽഹംദുലില്ലാ വലിയ കൊസി. പെട്ടി ഇല്ലാണ്ട് ബാപ്പ മാത്രം വന്നെങ്കിൽ അൽഹംദുലില്ലാ പിന്നെയും കൊസി നിങ്ങ എങ്കും വന്നാറല്ലേ. അപ്പം ഞങ്ങൾക്ക് 2 പെട്ടിയും വേണു പെട്ടി കുമ്പന്നെങ്കെത്ത ആൾ ഫസ്റ്റ് വേണു. എന്തേ വഅൻസൽനാ ഇലൈക ദിക്റ അനല്ല ഖുർആൻ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ ചൊല്ലു ഞങ്ങൾക്ക് ഫസ്റ്റ് ഖുർആൻ അല്ല ഞങ്ങൾക്ക് ഫസ്റ്റ് ഇത് പിന്നെ ക്ലിപ്പാക്കി കിടത്താ ഞങ്ങൾക്ക് ഫസ്റ്റ് ഖുർആൻ അല്ല. എന്തുകൊണ്ട് ഖുർആൻ ചൊന്നത് നിങ്ങൾക്ക് ഞങ്ങ ഖുർആൻ ഇറക്കിയ എന്തി കൊണ്ടുണ്ട ലിതുബയ്യിന ലിന്നാസ് നിങ്ങ വിശദീകരിച്ചു കൊടുക്കണോ. അപ്പൊ ഖുർആൻ എങ്ങനെ കൊമ്പൻ തന്നെയാവല ഈ ഖുർആൻ വിശദീകരിച്ചു കൊടുക്കോ ഒരാൾ വേണു. ആ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഖുർആന ഫസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമാ ഫസ്റ്റ് എന്ന് കേട്ടെങ്കിൽ ലിതുബയ്യിന ലിന്നാസ് ആൾമാർക്ക് നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണോ. അപ്പൊ വിശദീകരിച്ചു കൊടുക്കുക ആറ് വേണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ വേണു. ഖുർആൻ ഇല്ലെങ്കിലും ഈ ഒരാളിന്റെ മയ്യാവും. ഇത് അഫ്ളലുൽ ഖൽഖാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എവിടെയും ഖുർആന്റെ ಬಗ್ಗೆ ചെല്ലുമ്പോൾ ഖുർആൻ രണ്ടാമതാണ് ചൊല്ലുന്നത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി. ഈ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്തുണ്ടാ റസൂലൻ മിൻ അൻഫുസ് ഒരു റസൂലിന്റെ അല്ലാഹു കൊടുത്തിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹമായി ഖുർആൻ എണ്ണിച്ചൊന്നുകൊണ്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കടത്തി തന്നെ. രണ്ടാമത് ആ തങ്ങളെ ദൗത്യമാണ് യത്ലൂ അലൈഹിം ആയാതിഹി ഖുർആൻ ഓതി കൊടുക്കണോ അങ്ങനെ സംസ്കരിക്കണോ അങ്ങനെ പഠിപ്പാട്ടണോ അത് പിന്നത്തെ ദൗത്യമാണ്. ഒന്നാമത്തെ അനുഗ്രഹം എന്തുണ്ട് കേട്ടെങ്കിൽ ഖുർആനാണ്. ഇതിനെ എതിർക്കുക ആർക്ക് സാധ്യ? ഇത് ഖുർആനാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം കെട്ടുമ്പോൾ നടത്തിയ ദുആ ഇന്നലെ ഞാൻ ചൊന്നരെ റബ്ബേ എനിക്ക് വലിയൊരു ഖുർആൻ ഇറക്കി കൊടുക്കുന്നുണ്ടല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ എന്തരെ റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും നീ എനിക്കൊരു റസൂലിനെ കടത്തി കൊടുക്കണു. ആ റസൂലിന്റെ ദൗത്യം എന്താണ്? യത്ലു അലൈഹിം ആയാതി അയാൾ ഖുർആൻ ഓതി കൊടുക്കട്ട് അയാൾ സംസ്കരിക്കട്ട് അയാൾ പഠിപ്പാട്ടട്ട്. ഫസ്റ്റ് എല്ലാം ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഈമാനുള്ളെങ്കത്തെ ആൾമാർക്ക് മഹബത്തുള്ള ആൾമാർക്ക് ഫസ്റ്റ് ആരുണ്ട് കേട്ടെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഗൊന്താവണുണ്ടായെങ്കിൽ ഗൊന്തായിട്ട് കൽബുക്ക് മഹബത്ത് വരണുണ്ടായെങ്കിൽ ഇതുപോലത്തെ സദസ്സിൽ തെച്ചിട്ട് വിഷയങ്ങൾ കേൾക്കണു പഠിക്കണു. അങ്ങനത്തെ ആൾമാർ എന്താരി തപ്പിപ്പോണ്ടുള്ളേ അല്ലാത്തവന് കാത്തു വന്ന പിടക്കുമല്ല ഒക്കാണ്ട് അപ്പുറം കേട്ടവണ് പിന്നെ ഇങ്ങനത്തെ വന്ന് ഒക്കാണ്ട് ഇതേ സ്വറാവണു അവനുക്ക് സംശയം തീരുകയില്ല പഠിക്കുകയില്ല. പഠിക്കവും ചെമ്മ ഉണ്ടുണ്ടാ ഞാൻ ചൊന്നേ 30 നാൾ പഠിച്ചെങ്കിൽ തീരാത്തതാണ്. സംശയാക്കൂ ഒരു സെക്കൻഡ് മെയ്യാവടൂ ഒരു മിനിറ്റ് മെയ്യാവടൂ
ഒന്നേ ചൊല്ലുകൊള്ളെ മനസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടെങ്കിൽ നന്റെ ഒന്നാമതും രണ്ടാമതും നക്കെപ്പോഴും യൗമി വ അംസി വ ആനിഫി, ഇന്നലെയും ഇന്നും അടുത്ത സെക്കൻഡിലും നാളെയും ഏത് സമയത്തും നിങ്ങൾ എന്തിനെ ചൊന്നാരെങ്കിലും നക്ക് ചൊല്ലുകൊള്ള താരം മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു. ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി പോയെങ്കെത്ത ഒരാൾ എങ്ങനത്തെ ഇബ്ലീസ് വന്നെങ്കും നന്റെ തപ്പാട്ടവും സാധ്യയില്ല. അള്ളാഹു ഞങ്ങളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങൾക്ക് നീ നല്ല ഈമാൻ നൽകണം റഹ്മാന്. അർഹമുറാഹിമീനായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാന്. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാന്. അർഹമുറാഹിമീനായ റബ്ബേ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ നീ നൽകണം റഹ്മാന്. സുന്നത്ത് ജമാഅത്തിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണം റഹ്മാന്. തെറ്റിപ്പോയ മുഴുവൻ ആശയങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാൻ. അർഹമുറാഹിമീനായ റബ്ബേ, മരണം വരെ ഇസ്സത്ത് നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, തൗഫീഖ് വർദ്ധിപ്പിച്ചു തരണം റഹ്മാന്. ഈ സദസ്സിൽ ഇരുന്ന ഒരാളെയും നീ ഖായിവാക്കരുത് റഹ്മാന്. എല്ലാവർക്കും അവർക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉപകാരമുള്ള ഇൽമ് നൽകണം റഹ്മാന്. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥ സ്നേഹം നമ്മുടെ ഖൽബിൽ നൽകണം റഹ്മാന്. അവിടുത്തെ മദീനയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം റഹ്മാൻ. ഈ സദസ്സിൻ്റെ എല്ലാം ബറക്കത്തുകൊണ്ട് അവിടുത്തെ മുഖം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം റഹ്മാൻ. ഞങ്ങളെ ദീനും ദുനിയാവും ആഖിറവും വിജയിപ്പിക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണം റഹ്മാൻ. മക്കളെ നീ ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാൻ. ഞങ്ങൾക്ക് നീ അവസാനം ഹുസ്നുൽ ഖാത്തിമ നൽകണം റഹ്മാൻ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നീ വീട്ടിത്തരണം റഹ്മാൻ. ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കടങ്ങളെ നീ വീട്ടണം റഹ്മാൻ. ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ പൂർത്തിയാക്കി തരണം റഹ്മാൻ. രോഗങ്ങളെ നീ ശിഫയാക്കണം റഹ്മാൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ആയിഷമ്മ ചെല്ലവർ പെണ്ണിങ്ങ മരിച്ചിരുന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. അർഹമുറാഹിമീനായ റബ്ബേ, ദോഷങ്ങൾ നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കൂട്ടിത്തരണം റഹ്മാനെ. آمين برحمتك يا أرحم الراحمين. يا ربي بالمصطفى بلغ مقاصد واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على